ഹലോ മക്കളെ, ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് ഫുൾ A+ കിട്ടുമോ എന്നതാണ് ചോദ്യം. ഇനിയും സമയമുണ്ട്, തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് ആദ്യത്തെ മറുപടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പല ആളുകളും ന്യൂ ഇയറിന് നന്നാവാൻ വേണ്ടി തീരുമാനിച്ച ആൾക്കാരുണ്ടാവും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ന്യൂ ഇയറിന് അന്ന് മുതൽ അങ്ങോട്ട് പഠിച്ച് തുടങ്ങണം, ഫുൾ A+ മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്തു? പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സംഭവിച്ച കാര്യം ഇങ്ങനെയായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു, ഉറക്കം വന്നു, ഉറങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്തു, ഫോണിൽ റീല് കണ്ടു, ആ ദിവസം പോയി, അല്ലെ? അധിക ദിവസങ്ങളും രണ്ട് കാരണത്താലാണ് പോകുന്നത്. ഒന്ന് ഫോണിന്റെ മുകളിലാണ്, രണ്ടാമത്തത് ഉറക്കാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാളുകളായിരിക്കും. ഉറപ്പല്ലേ? അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ. അധിക കുട്ടികൾ നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വില്ലൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതിനും നമ്മളെടുത്ത് വഴിയുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ അടുത്തൊരു കണ്ടന്റ് വീഡിയോയിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി മാത്രമായിട്ട് കുറേ ടിപ്സ് പറഞ്ഞു തരാം. ഓക്കെ, എന്തായാലും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, നമുക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല പല കാരണം കൊണ്ട്. അപ്പോൾ ഇനി പഠിക്കാൻ പോവാണ്. ഇനി പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫുൾ A+ ഇനി കിട്ടാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നാണ് സാർ പറഞ്ഞുതരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് ആരെങ്കിലും നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്ന നമ്മളുടെ സ്വന്തം റേസ് ഏഗൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഇനി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പായിട്ട് ഫുൾ A+ മേടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ എനിക്കൊന്നും കിട്ടുന്ന കാര്യമല്ല ഇത് വേറെ കുറേ പഠിപ്പിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ് എന്നുള്ള ചിന്ത ഒഴിവാക്കുക. കാരണം നമ്മുടെ ചിന്തകളാണ് നാളെ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളായിരിക്കണം. എനിക്ക് ഫുൾ A+ കിട്ടും എന്നുള്ളൊരു ഉറപ്പിച്ച ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മക്കൾ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും തിരിച്ചറിയണം. ഓരോ സബ്ജക്റ്റും, ഇപ്പം മലയാളം മുതൽ ഏറ്റവും അവസാനം വരെ ഏത് സബ്ജക്റ്റ് ഉണ്ടോ 10 സബ്ജക്റ്റും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അത് നിങ്ങൾ എഴുതിയെടുക്കണം. ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചെടുത്തു, ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയെങ്കിലും ഒന്ന് ഈ ചാപ്റ്ററൊക്കെ കേട്ട ആളുകളാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതിൽ പല പാഠഭാഗങ്ങളും നിങ്ങൾക്ക് അറിയാം. പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം. എല്ലാം അറിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ അറിയുന്ന ചാപ്റ്ററുകൾ ഏതാണ്, നന്നായി തീരെ അറിയാത്ത കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അത് വേർതിരിച്ച് വെക്കണം. ഏതൊക്കെയാണ് പഠിച്ചത്, ഏതൊക്കെയാണ് പഠിക്കാത്തത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പഠിച്ച പാഠഭാഗത്ത് നിന്നാണെങ്കിലും പഠിക്കാത്ത പാഠഭാഗത്ത് നിന്നാണെങ്കിലും നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യാൻ പറ്റുന്നത് അത്രമാത്രമായിരിക്കും നിങ്ങളെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക്. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ചെയ്യുക. ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. ഇനി ഓരോ പാഠഭാഗങ്ങളും ആദ്യം മുതൽ പഠിച്ച് പോകാനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ പഠിക്കാതെ തന്നെ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുക, ആ ചാപ്റ്റർ വീണ്ടും ജൂൾസിലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസ് ലാമ്പ് ഇങ്ങനെ പഠിക്കാതെ നിങ്ങൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് പാഠഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഈ തവണയും വരും. ഈ തവണ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുള്ള കാര്യം ഷുവറാണ്. കഴിഞ്ഞൊരു കണ്ടന്റ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും പോയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇനിയും വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചെയ്യുക. ഇനി ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ, കണ്ടന്റ് വീഡിയോസ്, അതുപോലെ ലൈവ്, ഈ കാര്യങ്ങളൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവുകളും കണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ആണ് ഇനി നമ്മളെ ഏകണ്ട ഭാഗത്തുനിന്ന് റേസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ചാനൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക.
ഈ ചാനൽ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം: നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ ഏഗൻ റേസിൻ്റെ കൂടെ നിങ്ങൾ വേണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.